കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് ഹല്ലേലൂയ 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 പരിശുദ്ധം എല്ലാവരും ചേർന്ന് പരിശുദ്ധം എന്നുമേ യേശുനാമം പരിശുദ്ധം പരിശുദ്ധം എന്നുമേ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ആ തിരുവെഴുത്തിൻ പ്രകാരം രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. I will greatly rejoice in the Lord. My soul shall be joyful in my God, for He has clothed me with the garment of salvation. He has covered me with the robe of righteousness, as a bridegroom decks himself with ornaments, and as a bride adorns herself with her jewels. I will greatly rejoice in the Lord. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കും. യെസ്, ഞാൻ സന്തോഷിക്കും. ചേർന്ന് പാടുമോ? യേശുവിനെ ആരാധന 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 യേശുവിനെ. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം പകൽ ഈ ശുശ്രൂഷയിൽ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇന്റർനെറ്റിലൂടെയും ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, മാത്രമല്ല ഇവിടെ നേരിട്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അവിടുത്തെ സ്വർഗം അവരുടെ മീതെ തുറക്കപ്പെടട്ടെ. That your people will walk in victory as you open the heaven above their heads, Lord. കർത്താവേ, I remove the brace in heaven and sky from their heads in Jesus' name, and I declare the sky and the heaven above their heads to be opened in Jesus' mighty name now, that your people will prosper and rejoice.
താങ്ക് യു ലോർഡ്. നിന്റെ ജനം വികസിക്കട്ടെ, അത്ഭുതകരമായി സന്തോഷിക്കട്ടെ. ആത്മാവ ദൈവമേ, ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇപ്പോൾ പൊരുന്നിറങ്ങി വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങൾ ക്രിസ്തുവേശന്റെ നാമത്തിൽ ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തങ്കച്ച, ഇന്ന് രാവിലെ ഞാൻ അമ്മച്ചിയോട് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അമ്മച്ചി പ്രാർത്ഥനാ വിഷയങ്ങൾ അനേകം പറഞ്ഞു. എന്നിട്ട് പറയണം, മോനെ ഞാൻ 10:30 വേണ്ടി കാത്തിരിക്കുക എന്നോ പറഞ്ഞത് ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. തീർച്ചയായിട്ടും ദൈവ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആ കാത്തിരുന്ന് ആ കാത്തിരിപ്പ്, ദൈവത്തിന്റെ സന്നിധി അത് വിലയേറിയതാ. അമ്മച്ചിയെ പോലെ തന്നെ നമ്മളും ഇതിനുവേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലും അവന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഇന്നലകളിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങൾക്ക് യേശു മറുപടി നൽകി. അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്. കാര്യം കർത്താവ് ചെയ്ത വലിയ വിടുതലുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ലീലാമ്മ എന്ന് പറയുന്ന മാതാവ് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്. 3 വർഷമായിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിഭയങ്കരമായ വേദനയായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അവർ പറയുന്നത് വേദന അതിഭയങ്കരമായിരുന്നു, പുറത്ത് ആരോടും പറയാൻ പറ്റത്തില്ല, അതുപോലെ ആയിരുന്നു. പക്ഷേ യേശുവിൻ്റെ സന്നിധിയിൽ ആ വിവരം അറിയിച്ചപ്പോൾ യേശു അത്ഭുതകരമായ മറുപടി നൽകി കൊടുത്ത്. ഇന്ന് പകൽ ഇതുപോലെ പുറത്ത് പറയാൻ കഴിയാത്ത അനേകം വേദനയുടെയും വിഷമത്തിലൂടെയും പ്രയാസങ്ങളുടെയും ആയിരിക്കാം ഒരുപക്ഷെ താങ്കൾ കടന്നു പോകുന്നത്. ഇന്ന് പകൽ പറയട്ടെ, യേശുവിൻ്റെ അത്ഭുതം താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ചെയ്യുവാനുണ്ട്. ആകെ വേഗത്തിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. താങ്കളുടെ പ്രാർത്ഥനാ വിഷയം ഇവിടെ എത്തിച്ചേരും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് വിടുതൽ അനുഭവിക്കാൻ കഴിയും. തങ്കച്ചായിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് വായിച്ചാട്ടെ. ട്രിവാൻഡ്രത്ത് പൊന്നമ്മ എന്ന സഹോദരി വിളിച്ചറിയില്ലേ, അവരുടെ അനിയത്തിക്ക് ശരീരം മുഴുവൻ വേദന, പ്രത്യേകിച്ച് പുറത്ത് നട്ടലിന് ഭയങ്കര വേദനയാൽ ഭാരപ്പെട്ടിരുന്ന സമയത്ത് പ്രേംകേരള വിളിച്ചു പറഞ്ഞു, നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ആ സഹോദരി ജ്യേഷ്ഠ സഹോദരി വിളിച്ചു പറഞ്ഞ്, എന്റെ അനിയത്തിയുടെ ശരീരത്തിന്റെ വേദന മുഴുവൻ പൂർണ്ണമായിട്ട് മാറി കർത്താവ് സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കി കൊടുത്ത്. ഇത് സാനാന്തിനി അമ്പലപ്പുഴ എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നതിന് മകന്റെ മുടി കൊഴിച്ചിലായിരുന്നു. അതിനെ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പങ്കെടുക്കാൻ ഇടയായത്. അത് വളരെയധികം അവരെ സ്പർശിച്ചു. അവരുടെ വിഷയം യേശുവിന്റെ സന്നിധിയിൽ അറിയിച്ചാൽ യേശു അതിന് മറുപടി നൽകുമെന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വന്നു. അതുമാത്രമല്ല, പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഉപയോഗിച്ചു. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി യേശു അത്ഭുതകരമായി മകന് സൗഖ്യം നൽകി. ആ മുടി കൊഴിച്ചിൽ, ആ പ്രയാസങ്ങൾ മാറി എന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പ്രേം കേരളയിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞു. ആ ഇന്റർവ്യൂവിൽ കർത്താവ് അവനെ ശക്തമായിട്ട് ഉപയോഗിച്ച് അത് നന്നായി പാസ്സാകുവാൻ ദൈവം അവനെ സഹായിച്ചു. അത് മാത്രമല്ല, തങ്കച്ച ആ ജോലി ലഭിക്കുവാനും ദൈവം അവനെ സഹായിച്ചു കൊടുത്തു. വിഷയം ഇന്നതെന്നില്ല, ഏത് വിഷയമായാലും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ആ കർത്താവ് സൗഖ്യമാക്കും. തീർച്ചയായിട്ടും സകലത്തെ സൃഷ്ടിച്ച കർത്താവ്, സകലത്തെ നിയന്ത്രിക്കുന്ന കർത്താവ്. ഇതുപോലെ LC മാത്യു വിളിച്ച് ഒറീസ എന്ന് വിളിച്ച് പറഞ്ഞ് കാലാവധി തീരായ ഭർത്താവിന്റെ വിസ പുതുക്കി കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മാതാവ് വിളിച്ചു പറഞ്ഞു, പ്രേംകേരളയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് പറയുന്ന വിഷയങ്ങൾക്ക്, ഇന്ന് പ്രവർത്തിക്കുന്ന വിഷയത്തിന് കർത്താവ് ഇന്ന് തന്നെ മറുപടി നൽകുക. അതുകൊണ്ടാണ് തങ്കച്ച ചിലർ പറയുന്നത്, പ്രേംകേരളയിൽ വിളിക്കാൻ ഞാൻ നമ്പർ ഡയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ അത്ഭുതം കാണുവാനിടയായി. വിളിച്ച് പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ദിവസത്തിൽ തന്നെ യേശു അത്ഭുതം ചെയ്തു എന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാര്യം കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വിഷയത്തിന് ഇന്ന് തന്നെ അതിന് മറുപടി തരുവാനാണ്. ഇതുപോലെയാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ഇങ്ങനെയാണ്, ഉടനെ കർത്താവിന്റെ വിഷയം നമ്മൾ അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, ഉടനെ സൗഖ്യമായി, തൽക്ഷണം അവൻ സൗഖ്യമായി, ഉടനെ അവൻ സൗഖ്യം എന്നൊക്കെ വായിക്കുന്നു. ഇന്ന് പകലും ഇത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു ചെയ്തു കൊടുക്കും. ഇത് ഷേർലി കാട്ടാക്കടയിൽ നിന്ന് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. പപ്പായ്ക്ക് ചെവിക്ക് അതിഭയങ്കരമായ വേദനയായിരുന്നു. പ്രിയങ്കരെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. അതുമാത്രമല്ല, മകന് ഭയങ്കരമായ പനിയും മുഖം മുഴുവൻ നീരുമായിരുന്നു. ആ സമയത്തും പ്രിയങ്കരെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു പപ്പായ്ക്കും സൗഖ്യം നൽകി, മകനെയും സൗഖ്യം നൽകി. എറണാകുളത്ത് നിന്ന് നിമ്മി വിളിച്ച് പറഞ്ഞിരുന്നത്, ഭർത്താവിന് വെളിയിൽ പോയി ജോലി ചെയ്യണം വലിയ ആഗ്രഹമായിരുന്നു, അതിന് വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥന കർത്താവ് കേട്ടു, കർത്താവ് വഴി തുറന്നു, വിദേശത്ത് ജോലിക്ക് പോയി. ആമേൻ. വെല്ലൂരിൽ നിന്ന് അലിന ബാബു വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൊജക്ട് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം ചെയ്ത് സർട്ടിഫിക്കറ്റ് യാതൊരു പ്രയാസം കൂടാതെ ആ മാൾക്ക് ലഭിച്ചു എന്ന് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അമരവിളയിൽ നിന്ന് ജയ എന്ന മാതാവ് വിളിച്ചു പറയുന്നു, ഇതുപോലെ തന്നെയാണ്,
മകൻ ഇതുപോലെ വിദേശത്ത് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ബ്രദറെ പ്രാർത്ഥിച്ചു. ആ മാതാവ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, ഇന്നലെ വിളിച്ചു പറഞ്ഞു എന്റെ മകൻ വിദേശത്ത് ജോലിക്ക് പോയി എന്ന്. താങ്ക് യു ലോർഡ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും. അനേകര് ഇന്ന് പകൽ നമ്മുടെ ആരാധന പങ്കെടുക്കുമ്പോൾ നമ്മൾ വായിച്ച വിഷയങ്ങൾ പലതാണ്. ചിലത് രോഗമായിരിക്കാം, ചിലത് ജോലി സംബന്ധമായതായിരിക്കാം, ചിലത് പുറത്ത് പറയാൻ മേലാത്ത വിഷയങ്ങളായിരിക്കാം, മക്കളുടെ വിഷയങ്ങളായിരിക്കാം, വിദേശത്ത് ഉള്ളവരുടെ വിഷയമായിരിക്കാം. ഏത് വിഷയമാണെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ ഒരേ ഒരു സ്ഥലം മാത്രമേ അതിന് മറുപടി കിട്ടാനുള്ളൂ. അത് യേശുവിന്റെ സന്നിധി. ഇന്ന് പകൽ നമ്മൾ ആയിരിക്കുന്നത് ആ യേശുവിന്റെ സന്നിധിയിലായിരിക്കാൻ നമ്മൾ പിന്നെ എന്തിനു ഭാരപ്പെടണം? നമ്മുടെ വിഷയം ഏത് തന്നെയാണെങ്കിലും ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗത്തിൽ വിളിക്കുക. താങ്കളുടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ആ പ്രാർത്ഥന വിഷയം കേട്ട് അത് എഴുതിയെടുത്ത് ഞങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ തന്നെ എത്തിച്ചേരാൻ സഹോദരന്മാർ താങ്കൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. തങ്കച്ച ഒരു പ്രത്യേകത, സാധാരണ സ്ക്രീനിൽ വരുന്ന നമ്പറേക്കാളും 2 നമ്പറുകൾ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വിളിക്കുന്നവർക്ക് യാതൊരു പ്രയാസം കൂടാതെ അത് ലഭിക്കേണ്ടതിന് വേണ്ടി. അതുകൂടാതെയാണ് നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ 0481256556 048125655656. അതിലും താങ്കളുടെ പ്രാർത്ഥന വിഷയം വേഗത്തിൽ വിളിച്ചു വരും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനേകരെ പങ്കെടുക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും നിറയേണ്ടതിനായി, എല്ലാവരും നിറയപ്പെടാൻ ആ കരങ്ങൾ ദൈവസ്ഥനെ ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറ, കർത്താവേ അങ്ങയുടെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണേ. നമ്മൾ ആ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ ഇപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആ കരങ്ങൾ ദൈവസനെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പ്രിയങ്കരമായ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനെ നിറയ്ക്കണം കർത്താവേ. ആ ദേശങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവിന്റെ പ്രവർത്തനം ദേശം അറിയുവാൻ, എന്റെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേക രോഗികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് വചനമായി പൂർണ്ണ സൗഖ്യം കൊടുക്കണം. കർത്താവെ സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ ഉള്ളവരുണ്ട്, അവർക്ക് വേണ്ടി പുതുവാതിലുകൾ തുറക്കണം. കർത്താവെ മക്കളെ ചൊല്ലി വിലപിക്കുന്നവരുണ്ട്, അവിടുന്ന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു. യേശു കർത്താവ് അത്ഭുതകരമായി ജീവിതങ്ങളെ വിടുവിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. പരിശുദ്ധാത്മാവിന് എത്ര ഇഷ്ടമാ ദൈവത്തിന്റെ ആത്മാവിന് എത്ര ഇഷ്ടമാ ജീവിതങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ. ഈ ജീവിതങ്ങളുടെ കണ്ണുനീര് തുടച്ച് അവരെ ഉയർത്തുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഈ പകൽ താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, താങ്കളുടെ വിമോചനവും സ്വാതന്ത്ര്യവും യേശു നമുക്കായി ഒരുക്കിയ അനന്തമായ ജീവിതവും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് നാം ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാം യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ, അനന്തമായ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിച്ച ഈ യേശു നാം ആയിരിക്കുന്നത് പോലെ സ്നേഹിക്കുകയും നമ്മളായിരിക്കുന്നത് പോലെ നമ്മെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. You know, beloved, Jesus loves us and he wants to take care of us just as we are. നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ തന്നെ, just as we are. നമ്മളെങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ തന്നെ യേശു നമ്മെ സ്വീകരിക്കുന്നു. ഫാസ്റ്റിംഗ് പ്രേയറിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ കർത്താവ് കൊടുക്കുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. യേശുവിന് എല്ലാ മഹത്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ശക്തമായി ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകൽ നമുക്കായി കാത്തിരിക്കുന്നു.
വ്യക്തമായ വിടുതലുകൾ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കും. ബ്രദറെ, ബ്രദറെ, ഇപ്പോൾ തന്നെ നമ്മുടെ ടെലിഫോൺ ലൈൻ എല്ലാം നല്ല ബിസിയാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ ഉപവാസം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അല്പ സമയം ടെലിഫോൺ ലൈനിൽ നിന്ന് ഒരു അമ്മച്ചി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. അപ്പോൾ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ കാത്തിരിക്കും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാണ്ട്. അവർ വളരെ ആകാംക്ഷയോട് കൂടെ തന്നെ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ടെലിഫോൺ കോളുകളുടെ എണ്ണം 1000-നോട് അടുത്തായിരുന്നു. നമുക്ക് എഴുതിയെടുക്കാൻ പറ്റിയത്. എന്നിട്ട് ഇന്നലെ പകല് ഉച്ചയ്ക്ക് 2:30 മറ്റോ ഞാനൊരു കോൾ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഞാനൊരു 10 മിനിറ്റായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഇപ്പൊ കിട്ടിയത്. അവരങ്ങ് കരച്ചില്ല. കാരണം നമ്മൾ കിട്ടുന്നില്ല. ദൈവനാമത്തിൽ ക്ഷമിക്കണമേ. ഉള്ള പരിമിതമായ അന്തരീക്ഷത്തിൽ എൻ്റെ സഹോദരന്മാർ താങ്കളുടെ കോൾ എടുക്കാൻ തയ്യാറാ എങ്കിലും വേറൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ലഭ്യമാകാതെ പോകുന്നത്. കൂടാതെ 2 ടെലിഫോൺ നമ്പറുകളിലൂടെ 565656 15 പേർക്ക് ഒരേ സമയം ഇങ്ങോട്ട് വിളിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ക്രീനിൽ കാണുന്ന സെൽഫോൺ നമ്പറുകൾ, പുതുതായിട്ട് വന്ന നമ്പറുകൾ മാത്രമല്ല, ഇമെയിൽ ഇപ്പോൾ തന്നെ പ്രേയിങ് കേരള എന്ന ഫേസ്ബുക്കിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ യൂട്യൂബിലൂടെയും അത് തന്നെ ചെയ്യാൻ പറ്റും. prayingkerala.com prayingkerala.tv prayingkerala.org എല്ലായിടത്തും അപ്പോഴപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഉടൻ തന്നെ അത് പ്രിന്റായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. സിനിമ ഇപ്പോൾ വന്നിരിക്കുന്ന അഖില എന്ന ഈ കുഞ്ഞിൻ്റെ വിവരം അഖില വിളിച്ചു പറഞ്ഞിരിക്കും. ചെറുപ്പം മുതൽ ചെവി വേദന, 18 വയസ്സ് കഴിഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്കൂളിൽ പോകുന്നില്ല. സ്കൂളിൽ പഠിക്കേണ്ട സമയത്ത് ഇത് 18 വയസ്സ് കഴിഞ്ഞിട്ടല്ല സ്കൂളിൽ പോകേണ്ടത്. ഇപ്പോൾ ഇത് സ്കൂളിൽ പോകേണ്ട കാലമാണ്. നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ സൗഖ്യം. ആ കുഞ്ഞ് അടുത്തുണ്ടെങ്കിൽ ആ മാതാവിനോട്, ഈ അഖില ഇതാരാ ഇവിടെ വിളിച്ചു പറഞ്ഞ് ഇത് അഖില കുഞ്ഞാണോ അമ്മയാണോ എന്ന് നമുക്കറിയത്തില്ല, അതിൻ്റെ വിവരം ഇവിടെ വന്നിട്ടില്ല. എങ്കിലും ആ കുഞ്ഞിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചെവിയിൽ കൈവെക്കുക. അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇത് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ കൈവെക്കുക. ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പൊട്ടി ഒലിക്കുന്നു, ചെവിക്കകത്ത് പഴുക്കുന്നു, അടുക്കാൻ വയ്യാത്ത ദുർഗന്ധത്താൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ബ്രദറെ ഇപ്പം വന്ന് പന്തളത്തുനിന്ന് ലിസി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് സഹോദരിയുടെ ഹസ്ബൻഡിന് ക്യാൻസറാണ്. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിനുണ്ട്. ഇത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ആണെന്ന് ഇന്ന് കാരിത്താസ് ഹോസ്പിറ്റൽ 8 മണിക്കൂർ. ഇപ്പോൾ അത് ആ സമയത്ത് ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് താങ്കൾക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ തത്സമയം നടക്കുന്ന ശുശ്രൂഷ. ലോകത്തിന്റെ ഏതൊരു രാജ്യത്തു നിന്ന് താങ്കൾക്ക് നേരിട്ട് ടെലിഫോണിൽ വിളിക്കാൻ, ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാം. താങ്കളുടെ സ്ക്രീനിൽ കാണുന്ന ആളുകളോട് നേരിട്ട് സംസാരിക്കുവാൻ ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇത് സൂസം ആലപ്പുഴ വിളിച്ചു. ഹസ്ബൻഡ് നെഞ്ചുവേദനയിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു. പല ടെസ്റ്റുകളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. റാണി തിരുവനന്തപുരത്ത് അറിയ സഹോദരന്റെ മദ്യപാനം അപ്പനെയും അമ്മയെ ഉപദ്രവിക്കുന്നു. വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് തങ്കമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നത്. കുഞ്ഞിപ്പോൾ ESI ഹോസ്പിറ്റലാണ്. മകളുടെ കുഞ്ഞ്, അത് തങ്കമ്മയുടെ മകളുടെ കുഞ്ഞിന് മെനഞ്ചൈറ്റിസ് ആയിട്ട് സീരിയസ് സ്റ്റേജിൽ ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിരിക്കുന്നു. യേശു അത്ഭുതകരമായ സൗഖ്യം ഈ ജീവിതങ്ങൾക്ക് നൽകും. ഇത് ട്രിവാൻഡ്രത്ത് നിഖില വിളിച്ചു. പമ്പയ്ക്ക് 2 മാസം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയാണ്. തലയ്ക്ക് വരിക. ഇന്ന് പകൽ ഓപ്പറേഷൻ ഉണ്ട്. പ്രത്യേകമായിട്ട് ഓപ്പറേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അടുത്തത് അങ്കമാലി നെൽസി വിളിച്ചു. അടുത്ത ഭവനത്തിലെ കുട്ടികളിൽ ഒരു ആക്സിഡന്റ് പറ്റി. അതിൽ ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോളാണിത്. ഇന്നലെ തുടങ്ങിയതാണ്. ബോധം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകമായി ഓർക്കണം സിനിബ്രദറെ, ഇത് സ്വന്തം കുഞ്ഞിന്റെ കാര്യമല്ല. പ്രേയിങ് കേരളയിലൂടെ കർത്താവ് ജീവിതങ്ങൾ, ദേശങ്ങൾ പകരുന്ന ഒരു അനുഗ്രഹം, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതലും, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം പ്രേയിങ് കേരളയിലൂടെ കർത്താവിന്റെ സ്നേഹനിമിത്തം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിച്ച് 2 കരങ്ങൾ ഈ വിഷയങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളോടൊപ്പം താങ്കളുടെ സ്ക്രീനിലും ഇതേ ദൃശ്യം താങ്കൾക്ക് ലഭ്യമാണ്. കമോൺ, 2 കരങ്ങളും ഞങ്ങളോടൊപ്പം പറ്റുമെങ്കിൽ ഓടിയ സ്ക്രീനിലേക്ക് വെച്ചുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യം ഈ മക്കൾക്ക് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജീവിതങ്ങൾ ബോധാവസ്ഥയിൽ അല്ലാത്തവരുണ്ട്, അവിടുത്തെ സൗഖ്യം അവരിൽ പകർന്നാട്ട്. ഓപ്പറേഷനിലൂടെ പോകുന്നവരുണ്ട്, ദീർഘായുസ്സും സൗഖ്യവും അവർക്ക് നൽകിയാട്ട്. 18 വയസ്സ് ആയാലേ സർജറി ചെയ്ത് ആ കുഞ്ഞിന്റെ ചെവി ശരിയാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന്റെ സൗഖ്യം ഇന്നാകയാൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നു. ആ കുഞ്ഞ് സൗഖ്യമാകട്ടെ, അതിന്റെ ഇൻഫെക്ഷൻ മാറട്ടെ, പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ കുഞ്ഞിന് ഉണ്ടാകട്ടെ, അതിന്റെ ചെവി പൂർണ്ണ അളവിൽ തുറന്നു വരട്ടെ, ഇതുപോലെ കണ്ണുകൾ സൗഖ്യമാകട്ടെ, മറ്റു രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസറിനാൽ വിഷമിക്കുന്നവരുണ്ട്, അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ, ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. മെനിഞ്ചൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ആ കുഞ്ഞിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞിന് മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റിനെ പറ്റി കർത്താവെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ 2 മാസം മുമ്പ് ആക്സിഡന്റ് നടന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് തന്നെ ഇറങ്ങി അത്ഭുതകരമായ വിടുതലും സൗഖ്യവും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന കർത്താവെ ജീവന് കർത്താവെ സമൃദ്ധമായ ജീവൻ അവർ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ അതങ്ങനെ ചെയ്യും. വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവെ മദ്യപാനത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ അവർക്ക് ആഗ്രഹമുണ്ടല്ലോ അതിന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ. പുകവലിയാല് മറ്റു മയക്കുമരുന്നുകളുടെ ഉപയോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. നഗ്ന ചിത്രങ്ങൾക്ക് അടിമകളായവരുണ്ട്. യേശുവേ ഇന്റർനെറ്റിന് അടിമകളായവരുണ്ട്. ടെലിഫോൺ അടിമകളായവരുണ്ട്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിയവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയ അവൻ യഥാർത്ഥ സ്വതന്ത്രനാണ് എന്ന വചനപ്രകാരം യേശുവിന്റെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഈ മക്കളിൽ കൊണ്ടുവരുന്നു. അവർ സ്വതന്ത്രരാകട്ടെ യേശുവിൻ നാമത്തിൽ. അവർ സ്വതന്ത്രരാകട്ടെ. തലച്ചോറിന് ഓരോ സെല്ലുകളിലും ഓർമ്മ മണ്ഡലങ്ങൾ ബുദ്ധിയുടെ ഓരോ മേഖലകളിലും എവറി മെന്റൽ ഫാക്കൽറ്റി എവറി ബ്രെയിൻ ഫാക്കൽറ്റി ഫങ്ഷൻ നോർമലി ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ അത് ഓരോന്നും നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. കർത്താവേ നെഞ്ചുവേദനയാൽ വിഷമിക്കുന്നവരുണ്ട് സിൻവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹാർട്ട് സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹാർട്ട് സംബന്ധമായ പലവിധമായ രോഗങ്ങളുടെ ഭാരപ്പെടുന്നവരുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ പ്രിയപ്പെട്ട പലരും ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്. കർത്താവേ ഞങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ അങ്ങനെ അത്ഭുതകരമായ സൗഖ്യം അവരിൽ ഓരോരുത്തരുടെ മേലും ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ആലപ്പുഴയിൽ നിന്ന് സൂസമ്മ വിളിച്ചിരിക്കുന്നല്ലോ. ഹസ്ബൻഡ് ഹോസ്പിറ്റലായിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചുവേദന മാറട്ടെ. എന്ത് പ്രയാസമാണല്ലോ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഇപ്പൊ നെഞ്ചുവേദനക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ബോംബെയിൽ നിന്ന് സൂസൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് രാവിലെ ഹാർട്ടിന് ബ്ലോക്ക് ആയിട്ട് വളരെ പ്രയാസമായിരുന്നു. ഡോക്ടേഴ്സ് എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നോർമൽ. ഓപ്പറേഷൻ നടന്നു. ശരിക്കും ഓപ്പറേഷൻ ഇവിടെ നടന്നു. അത് മനുഷ്യന്റെ കരമല്ല യേശുവിന്റെ കരമാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ പകൽ അങ്ങനെ നമ്മെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഈ യേശു ഞങ്ങളോട് ചേർന്ന് നീയല്ലോ രാജാവേ, നീയല്ലോ പിതാവേ, നീയല്ലോ പിതാവേ, നീയല്ലോ പിതാവേ. അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. ശൈലജ അറിയിച്ചിരിക്കുന്നത് കൺപോളയുടെ പുറത്ത് നെല്ലിക്കയുടെ വലിപ്പത്തിലൊരു മുഴയുണ്ടായിരുന്നു. ബ്രേക്കറിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ അലിഞ്ഞുപോയി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്നും ഇത് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ശരീരത്തിനകത്താകട്ടെ പുറത്താകട്ടെ യൂട്രസിലാകട്ടെ ഏത് ശരീര അവയവങ്ങളിലാകട്ടെ മുഴകളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ഒരുപാട് പേര് ഭയത്തോടെ ആശങ്കയോടെ ഈ വിഷയത്തിൽ കടന്നു പോകുന്നുണ്ട്. അത് നിമിത്തം കണ്ടമാനം ബ്ലീഡിങ്ങും മറ്റനേക അസ്വസ്ഥതകളിലൂടെ പോകുന്നവരുണ്ട്. ഈ സന്ദർഭത്തിൽ അത് കഴിയുമെങ്കിൽ അത് ഉള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുക. അത് അവിടുന്ന് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അലിഞ്ഞു പോകും. കട്ടി മുഴകളൊക്കെ അവിടുന്ന് അലിഞ്ഞു പോകും. യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ അവിടുത്തെ അത്ഭുത സൗഖ്യം വ്യക്തമായി ഈ മക്കൾക്കുണ്ടാകട്ടെ. ശരീരത്തിൽ ആവശ്യമില്ലാതെയുള്ള വളർച്ചകൾ അത് യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ മാറിപ്പോകട്ടെ. സമ്പൂർണ്ണ സൗഖ്യം ഈ മക്കൾക്ക് ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഓ യേശുവേ, യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല.
അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായിട്ട് വിടുതൽ നൽകി അനുഭവിക്കുന്നു. ബ്രദറെ, ഇവിടെ വരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഒരു മാതാവ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ വിളിച്ചു പറയുന്ന ഓരോ വിഷയവും അവർ ഡയറിയിൽ കുറിച്ചു വെക്കുകയാണ്. ആ കുറിച്ചു വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂടെ അത് കഴിഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തിരുവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തരുന്നത് ഇത് ഞങ്ങൾ വായിക്കുന്നത്, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിൽ യാചിക്കുമ്പോൾ ഐക്യമെത്തിപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നൽകും. ആ ഉറപ്പാണ് നമുക്കുള്ളത്. ആ ഉറപ്പോടെ നമ്മൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതകരമായ വിടുതൽ നൽകി, സൗഖ്യം നൽകി, സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രദറെ, കഴിഞ്ഞ ആഴ്ചയിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഷർമി എന്ന ഒരു ടീച്ചർ വിളിച്ചു പറഞ്ഞിരുന്നു, കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ മകൾക്ക് വിവാഹം നടക്കുന്നില്ല, വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, ആ വിവാഹം ഉറച്ചു, ജനുവരിയിൽ വിവാഹമാണ്. അതിൻ്റെ കൂടെ രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളൂടെ പറഞ്ഞിരിക്കുന്നു. കൊച്ചച്ഛൻ്റെ മകള് ഷിജിക്ക് വിവാഹം നടക്കുന്നത് പ്രാർത്ഥിക്കണം. അതുപോലെ അവരുടെ പള്ളിയിലെ അച്ഛൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അങ്ങനെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഉപവാസത്തിന്റെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് പകലും ബാംഗ്ലൂരിൽ നിന്നും ലീലാമ എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞത്, വ്യാഴാഴ്ച വലിയ പനിയും ശ്വാസം മുട്ടലും ആയിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. എന്നാൽ ഇന്ന് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ആ ഒന്നാമത്തെ ദിവസം തന്നെ അവർ പങ്കെടുത്തിരുന്നത് വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ശുശ്രൂഷയിൽ ഇവർ പങ്കെടുക്കുന്നത് സൗഖ്യത്തോടാണ്. യേശുവേ നന്ദി. ഇതുവരെ കാട്ടാക്കടയിൽ നിന്ന് ഗീത വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, 2 ആഴ്ചയായിട്ട് നെഞ്ചിന് വേദന, തൈറോയിഡിന്റെ ഗ്ലാൻഡ് വേദനയുണ്ട്, തൊണ്ടവേദനയും കഴുത്തിനീറ്റും വേദനയാണ്. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. അതുപോലെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകണം, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മാവേലിക്കൽ നിന്നും ഗ്രേസി വിളിച്ചിരിക്കുന്നത്, ഭർത്താവിന്റെ തലയ്ക്ക് ഒരു പരിക്കുണ്ട്, ഇന്ന് ഓപ്പറേഷൻ ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇതുപോലെ ശാന്തമ്മ വന്നിട്ട് പത്തനംതിട്ട വിളിച്ചു വന്നിരിക്കുന്നത്, നാത്തൂന്റെ മകന്റെ ഭാര്യയ്ക്ക് മാനസികമായ വിഭ്രാന്തിയാണ്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തങ്കശ്ശേരി തിരുവനന്തപുരത്ത് നിന്ന് മാത്യു ജോസഫ് എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നത്, 4 ലക്ഷം രൂപയുടെ ഒരു ഫയല് ചീഫ് എഞ്ചിനീയർ തടഞ്ഞു വെച്ചിരിക്കുന്നു, അത് റിലീസ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി പ്രത്യേകം നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഡേവിഡ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, ഭാര്യയ്ക്ക് കിഡ്നി സ്റ്റോണുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. അടുത്ത ടെസ്റ്റിന് പോകുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്ത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ചാലക്കുടിയിൽ നിന്ന് ബിന്ദു വിളിച്ചിരിക്കുന്നു, 3 ആഴ്ചയായിട്ട് പനിയും ജലദോഷത്താലും പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ സഹോദരന് ചുമയും കഴുത്തുവേദനയും ഉണ്ട്, ദൈവിക സൗഖ്യം അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. നമുക്ക് വായിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുകയാണോ, രോഗത്തിന്റെ അവസ്ഥയിലാണോ, ശാരീരികമായ ഏതെങ്കിലും പ്രയാസമായാലും, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടിയായാലും, മക്കളെ ചൊല്ലിരിക്കുന്നു, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ല, വിഷയം ഏതായാലും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കിടക്കാം. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിൽ യാചിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നൽകുമെന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ വായിച്ച ഓരോ വിഷയങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും കർത്താവേ, ഇന്ന് പകൽ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അടിപ്പിണരാലുള്ള സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേല്, അവരുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിന്റെ മേല് ഇപ്പോൾ ഇറങ്ങട്ടെ കർത്താവേ. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൻ സ്തോത്രം. നീ അവരെ സൗഖ്യമാക്കും, സഹായിക്കും, കൂടെ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇരു കരങ്ങൾ ഉയർത്തി ചേർന്ന് ഇപ്പോൾ തന്നെ നമ്മളോട് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ചേർന്ന് Precious Lord, we thank you, Lord. Pastor James, once again it is indeed such a joy to be in the presence of the Most High God. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞതിൽ എത്രയധികം സന്തോഷമാണുള്ളത്. And I rejoice in the presence of the Lord because the Spirit of the Lord is more than willing to take us to a greater, higher level. ഈ പകൽക്കാലം നാം ആഗ്രഹിച്ചതിനേക്കാളും വളരെ ഉപരിയായിട്ട് നമ്മെ വഴി നടത്തുവാൻ, നമ്മെ കൊണ്ടെത്തിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് അവൻ മനസ്സൊരുക്കമുള്ളവനായി നമ്മുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നു. Yesterday almost 1,000 people they called us and we were able to write down their prayer requests and pray with them. ഇന്നലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ തന്നെ 1000-ലധികം ടെലിഫോൺ കോളുകളാണ് കടന്നു വന്നത്. പ്രിയപ്പെട്ടവർ ഓഫീസിൽ അവർ ഇതെല്ലാം എഴുതിയെടുക്കുകയായിരുന്നു. And God's people are working with a dedicated heart. അതെ പ്രിയമുള്ളവരെ, അതെ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ സമർപ്പിതരായ ദൈവത്തിന്റെ ജനം ഓഫീസിൽ അതെ 24 മണിക്കൂറും അവർ പ്രവർത്തന നിരതമായിരിക്കുകയാണ്. Because Bible says when you pray, believe that God has done it and it shall be done. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് അവൻ മറുപടി നൽകി കൊടുക്കും. And the Spirit of the Lord has been ministering to so many people yesterday through our fasting and prayer meeting. ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ അതേ ആയിരക്കണക്കിന് 100 ആളുകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yesterday the Spirit of the Lord through His word spoke to hundreds and hundreds of people. അതുപോലെ ഇന്നലെ ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അനവധി ആളുകളുടെ സാക്ഷ്യം ഇതാണ്, ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചു എന്ന്. They could come to know that God expects a greater position for their lives. അവരെ കുറിച്ചുള്ള ഓരോ വ്യക്തിയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെ അവർക്ക് വ്യക്തമായും ഗ്രഹിക്കുവാൻ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിക്കപ്പെട്ട തിരുവചനങ്ങളിലൂടെ അവർക്ക് സാധിച്ചു. Just as one of the team members said, we are living in a too small place. It is not enough for us. അതെ, നമ്മൾ പാർക്കുന്ന ഇടം വളരെ ചെറുതാണെന്നുള്ളതായ ഒരു ചെറിയ വിഷയത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അനവധി ജീവിതങ്ങളോട് ഇടപെടുവാനിടയായി. I was reading the word and asking the Spirit of the Lord, what made this guy, this man to think in that way? ഇന്നലെ ദൈവത്തിന്റെ ആത്മാവ് ആ വചനം ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പ്രത്യേക പ്രവാചക ശിഷ്യനും മാത്രം എന്തുകൊണ്ടാണ് മറ്റൊരു തലത്തിൽ അവൻ ചിന്തിക്കുവാനുള്ളതായ ഒരു അനുഭവത്തിൽ എത്തിയെന്ന് ഞാൻ ചിന്തിച്ചു. He was listening to the voice of the Lord that was coming to the man of God over a period of time. അനേകം നാളുകളായിട്ട് ദൈവത്തിന്റെ ദാസനിൽ നിന്ന് കേൾക്കപ്പെട്ടതായ ആ തിരുവചനങ്ങൾ, ദൈവവചനങ്ങൾ ശ്രവിച്ചതിന്റെ ഫലമായിട്ടാണ് അവന്റെ ഉള്ളിൽ മറ്റൊരു ആശയം ഉയർന്നു വന്നത്. So from the disciples of prophet Elisha, we could divide them into two. One group, they believed what they heard from the Lord. Amen. And the other group, they prophesied but never believed. അതെ, ഈ രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വേണമെങ്കിൽ ഈ പ്രവാചക ശിഷ്യന്മാരെ, എലീശയുടെ ശിഷ്യന്മാരെ 2 നിലയിൽ നമുക്ക് ചിന്തിപ്പാൻ, അവരെ വേർതിരിപ്പാൻ കഴിയും. ഒന്ന്, ആ പ്രവാചകന്റെ യജമാനന്റെ വാക്കുകൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത ഒരു കൂട്ടം. എന്നാൽ മറ്റൊരു കൂട്ടം, they prophesied but they never believed. അവര് ഒത്തിരി കേട്ടു, പക്ഷേ ആ കേട്ടതൊന്നും അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. അവരത് വെറുതെ കേട്ട്, ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് ഇറക്കി വിട്ടു. So the man, he decided, I am not hearing the voice of a man, I am hearing the voice of the King of Kings and the Lord of Lords. എന്നാൽ ഈ ഒരു പ്രത്യേക പ്രവാചക ശിഷ്യൻ മാത്രം അവന്റെ ജീവിതത്തിന്റെ തീരുമാനം എന്തായിരുന്നു അറിയാമോ? മറ്റുള്ളവർ കേട്ടിട്ട് മറുചെവിയിൽ കൂടെ കടത്തിവിടുന്നത് പോലെ ഞാൻ ഒരിക്കലും ആകുകയില്ല.
ഇത് എന്റെ ജീവിതത്തിൽ രാജാതിരാജാവായ Oh, yes. കർത്താതി കർത്താവായവന്റെ വാക്കത്രേ, അത് ഞാൻ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കും എന്നവൻ തീരുമാനിച്ചു. He knew that the word of the Lord is eternally Amen. established and settled both in heaven and on earth. അതെ, ഞാൻ പറയട്ടെ, ഈ പ്രവാചക ശിഷ്യന്റെ ഹൃദയത്തിൽ അവൻ ഉറപ്പുണ്ടായിരുന്നു, ഈ വചനം യഹോവേ നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ അവൻ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അത് ഭൂമിയിലും സ്ഥിരമായ വചനമാണ്. So I'm proud of preaching the word that is established both in heaven and on earth. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം പ്രസംഗിക്കുന്ന വിഷയത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ അഭിമാനം കൊള്ളുന്നു പ്രിയരെ. കാരണം ഇത് ഒരിക്കലും നഷ്ടപ്പെടാത്ത, നശിക്കാത്ത, നിത്യതയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വചനമാകണം. Bible says the heaven and earth may pass away, Amen. but the word of God will never pass away. എന്റെ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ആകാശവും ഭൂമിയും Oh, yes. അവൻ അഴിഞ്ഞു പോകാം, മാറിപ്പോകാം, എന്നാൽ എന്റെ വചനം ഒരു നാളും അത് ഉതിർന്നു പോകുകയില്ല. The unchanging word of God. ഈ പകൽക്കാലം ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഒരിക്കലും ആമേൻ മാറാത്തതായ, ഒരിക്കലും മാറുവാൻ കഴിയാത്തതായ ദൈവത്തിന്റെ വചനമത്രേ. So he knew if it is the voice of the Lord, then those blessings are going to take place, those miracles are going to take place. ഈ പ്രവാചക ശിഷ്യനും നല്ല ഉറപ്പുണ്ടായിരുന്നു, ഈ വചനം കേൾക്കുന്ന തിരുവചനം അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായവയാണ്. The place where we are, it's Amen. not enough to contain Hallelujah. the blessings that are going to follow. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ഓർത്താൽ ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ പര്യാപ്തമല്ല. The miracles that Jesus is going to do, Amen. the healing that Jesus is going to bring Yes. forth, Amen. and the blessings of the Lord that is going to Amen. follow me. Amen. As I heard from the Lord, it is going to come, and the place where we are is not enough to contain the blessings of the Lord. കർത്താവിന്റെ പൈതലേ, ഈ പകൽക്കാലം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിനക്ക് നൽകുവാൻ പോകുന്ന ആ അനുഗ്രഹങ്ങളുടെ നന്മയുടെ ആ വലിയ വലിപ്പമോർത്താൽ, അവൻ ചെയ്യുവാൻ പോകുന്ന രോഗസൗഖ്യമോർത്താൽ, അവൻ നൽകുവാൻ പോകുന്ന സമാധാനമോർത്താൽ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം തീർത്തും ഇടുക്കമുള്ളതാണ്, അത് തീരെ ചെറുതാണ്. ഇന്ന് പകൽക്കാലം അവന്റെ നന്മ പ്രാപിക്കത്തക്കവണ്ണം നീ ഒരുക്കപ്പെടുവാൻ. Beloved, I am speaking to someone today that you said it has gone. It is not about me, but I tell you the Spirit of the Lord is speaking to you this morning. God has great plan to take you to a broader place. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നീ എവിടായിരുന്നാലും അവൻ കർത്താവ് ഒരുപക്ഷെങ്കിൽ ഞാൻ മതിയായവനല്ല, എനിക്ക് പോരായ്മയുണ്ട്, എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പോകുവാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചാലും, ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്നെ വഴി നടത്തുവാൻ, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭൂതപൂർവമായ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Pastor James, that means we are born. Amen. We are born Yes. to be in a broader place Hallelujah. which is prepared by the Lord. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ആ ഇടുക്കത്തിൽ കഴിയേണ്ടവളല്ല, ഇടുക്കത്തിൽ കഴിയേണ്ടവനല്ല. നിന്നെ കുറിച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ നീ ഉന്നതമായ വിശാലതയിൽ പാർക്കുവാൻ അവൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. I am born for a broader place. ഞാൻ ജനിച്ചത് തന്നെ വിശാലതയ്ക്ക് വേണ്ടി അത്രേ. And my broader place are nearer to me than what I have thought about it. ഞാൻ കേട്ടതിനേക്കാൾ, ഞാൻ അറിഞ്ഞതിനേക്കാൾ എന്റെ വിശാലത എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നു. Tell your neighbor, my broader place has come near to me. അവൻ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ വിശാലമായ സ്ഥാനം എനിക്ക് വളരെ അടുത്തിരിക്കുന്നു. I am going to get into my broader place today and Amen. now. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം തന്നെ എന്റെ വിശാലതയിലേക്ക് ഞാൻ എന്റെ കാലുകൾ എടുത്തു വെക്കും. It is brought by the Lord, prepared by the Lord.
Lord, Amen. provided by the Lord. Amen. Oh, come on, it is from the Lord. ആമേൻ. പ്രിയരേ, ഇന്ന് പകൽക്കാലം അത് നീ ഒരുക്കിയതല്ല, Oh, yes. നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതാണ്. നിന്റെ ഇഷ്ടപ്രകാരമല്ല, അവന്റെ ഇഷ്ടപ്രകാരം നിനക്ക് വേണ്ടി അവൻ തന്നെ സകലതും അവനിൽ നിന്നും അവങ്കലാലും അവങ്കലേക്കുമായിരിക്കുന്നു. Neither your parents, nor your husband or wife, or nor your relatives, but the Lord God Almighty, who has created you, has prepared a broader place for you. And today you are going to jump into that place. Amen. And inherit what God has kept for you eternally. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ വിശാലമായ ഇടമെന്ന് പറയുന്നത് അത് നിന്റെ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ സുഹൃത്തു വലയങ്ങളോ അല്ല. ഇന്ന് പകൽക്കാലം ആ അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അത് കർത്താവ് യേശു തന്നെയാണ്. What does that broader place mean? ഒരു വിശാലമായ അതേ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് Number അർത്ഥമാക്കുന്നത്? 1, a place where you have an abundant life. ഒന്ന്, സമൃദ്ധമായ ജീവിതം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം. John 10:10 says Jesus has come to give us life and life in abundance. ഓ, കർത്താവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം ഒരു സാധാരണമായ ഒരു ജീവിതം നയിപ്പാനല്ല, ജീവിതമല്ല, മറിച്ച് ജീവൻ, സമൃദ്ധമായ ഒരു ജീവൻ ഞാൻ നിങ്ങൾക്ക് നൽകി തരും. And moreover, John 3:16 says, in that broader place you have an unlimited life. ആ മാത്രമല്ല ഇന്ന് പകൽക്കാലം തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് ഒരു പരിമിതിയുമില്ലാത്തതായ ഒരു ഇടത്തേക്ക് യേശു നിങ്ങളെ എത്തിക്കുന്നു. Jesus has done everything so that each of us, beloved, each of us can experience what he has prepared for us. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി സകലതും നിർവഹിച്ചിരിക്കുകയാൽ, അവൻ ഒരുക്കി തന്നിരിക്കുകയാൽ നമുക്ക് ആ വലിയ ഇടത്തേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകൽക്കാലം Pastor James, I സാധിക്കും. just want to read one verse, book of Isaiah chapter 59 verse 19. Book of Isaiah chapter 59 verse 19. ഒരു വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായം 19 വാക്യം. And the word of the Lord says, so shall they fear the name of the Lord from the west, and his glory from the rising of the sun. When the enemy comes in like a flood, the Spirit of the Lord will lift up a standard against him. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്കവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. For several centuries, people were living in fear and intimidation. അനേക നാളുകളായി, നൂറ്റാണ്ടുകളായി ജീവിതങ്ങൾ ഭയത്തിലും ഭീരുത്വത്തിലും ഭയപ്പാടിലും അവർ കഴിഞ്ഞു വരികയായിരുന്നു. The blessings would come to them as they desire and work for, but it would come and in their hands distance it would disappear from them. പലപ്പോഴും നന്മ കൈപ്പിടിയിൽ വരുന്നത് പോലെ അടുത്തു വരും, പക്ഷേ ആ നന്മ അവരുടെ കയ്യിൽ എത്തുവാൻ ഒരിക്കലും ശത്രു അനുവദിച്ചിരുന്നില്ല. So as it happened and continued for year after year, what happened now? People think this is the destiny of my life. അനേക നാളുകളായി ഇത് തന്നെ തുടർന്നതുകൊണ്ട് നന്മ അടുത്തു വരുന്നത് പോലെ തോന്നും, പക്ഷേ അവരുടെ കയ്യിൽ അത് എത്തുന്നില്ല. അപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചു, ഓ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം, ഇതെന്റെ വിധിയാണ്, അതുകൊണ്ട് ഇതിൽ ഞാൻ സംതൃപ്തയായിക്കൊള്ളാം. But in that situation, in that junction, in that perplexed situation, the Spirit of the Lord is willing to step in and lift up a banner. Hallelujah. അതെ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നന്മ കയ്യിൽ വരുമെന്ന് വിചാരിച്ച് നമുക്ക് ലഭിക്കാതെ പോകുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ വിളിച്ചു പറയുകയാണ്, ആ സാഹചര്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഒരു തള്ളിപ്പായിക്കുന്ന ഒരു വലിയ നദി പോലെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. So what will happen as the Spirit of the Lord steps into the situation? ആമേൻ. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, The enemy has come like a flood, but he will run away from you. ആമേൻ, ഒരു വലിയ നദി ഇനി ചാടി പുറപ്പെട്ടു വന്നതുപോലെ പിശാച് നിന്റെ നേരെ വരും, പക്ഷെങ്കിൽ അവൻ വന്നതുപോലെ അവൻ അതുപോലെ തിരിച്ചു പോകും.
Let's Amen. pray, beloved. Let's pray, beloved. Let's lift our hands to the Lord. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. Ask the Holy Spirit of God to descend over your life. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കാം. Ask the Holy Spirit of God to descend over your life. നിന്റെ ജീവിതത്തിന്മേൽ ഇന്ന് പകൽക്കാലം കർത്താവേ എന്റെ ജീവിതത്തിന്മേൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. Are you that man or woman saying, I don't have anyone, but today I come to know that there is Spirit of the Lord ready for me. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും എന്നെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ എന്റെ മീതെ അധിവസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷൻ നിങ്ങളാണോ എങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കുള്ളതാണ്. Let's sing this chorus for a minute. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. Pastor James, centuries old obstacles are going to run away because the Spirit of the Lord is intervening our situation and our life. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ദൈവവൈതലിനോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വിളിച്ചു പറയാം. നൂറ്റാണ്ടുകളായി നിന്റെ ജീവിതത്തിൽ നന്മ നഷ്ടപ്പെട്ടു പോയിരുന്ന അവസരം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിന് പകരമായി നിന്റെ സഹായിയായി നിന്റെ ചാരെ അവൻ ഈ പകൽക്കാലം ഇറങ്ങി വന്നിരിക്കുന്നു. I hear the Lord speaking. This miracle is going to take place today and now. ദൈവാത്മാവ് എന്നോട് വ്യക്തമായും സംസാരിക്കുന്നു. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആ അത്ഭുതം അത് നാളെയല്ല, അത് ഇപ്പോൾ ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. To the enemies of the world, that which came against you, the Spirit of the Lord is lifting a banner. No more. Enough is enough. Get away. Let my child walk into his or her God-given purpose and destiny. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിന്റെ നന്മകളെ ഒഴുക്കിക്കളഞ്ഞതായ സാത്താന്യമായ നദിയുടെ ആ വലിയ പ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ഒരു വലിയ തട നിന്റെ ജീവിതത്തിൽ ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. Spirit of the Lord is lifting up a banner, commanding the armies of the enemy, get away. Enough is enough. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമുക്ക് ഒരു വലിയ കോട്ടയായി നിന്നുകൊണ്ട് അവൻ പറയുന്നു, ഇനി മതി മതി, ആമേൻ, ഓടുക ഓടുക എന്ന് പറഞ്ഞ് അവൻ നിന്നെ തുണയ്ക്കുന്നു. This miracle is taking place in your life, in your family, in the life of your husband, in the life of your wife, and in the lives of your children, and the entire family and business and income generation projects. You know, the Spirit of the Lord is giving me this word, that Spirit of the Lord is releasing new ideas, creative ideas. Amen. To create wealth. Poverty, spirit of poverty is getting away from your life from this moment. Amen. ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായി പറയുകയാണ്, കുടുംബങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ, അവൻ നിന്റെ ബിസിനസിന്റെ മേൽ, നിന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മേൽ, സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ മേൽ ഈ പകൽക്കാലം ഒരു പുതിയ ആശയം നൽകി, ഒരു പുതിയ വെളിപ്പാട് നൽകി, ഒരു പുതിയ കാഴ്ചപ്പാട് നൽകി. നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കുന്നു എന്ന്. John chapter 14 verse 27 we read, when the Spirit of the Lord, the helper, the Paracletos, when he comes, he will teach you into all the truth.
ദൈവത്തിന്റെ വചനം യോഹന്നാൻ 14:27 വാക്യത്തിൽ ആ പാരക്ലിറ്റോസ്, ആശ്വാസപ്രദൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സകല സത്യത്തിലേക്കും വഴി നടത്തുകയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. Let's pray together. I release the power of the Holy Spirit to be over the lives of the multitudes all over the globe in Jesus mighty name. ഈ പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിന്റെ ആ അളവിലേക്ക് തന്റെ ജനത്തെ ദൈവാത്മാവ് വഴി നടത്തുവാൻ. Spirit of the Lord, we pray that you will hover over everyone's life now, Father. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങ് ഇന്ന് പകൽ ഓരോ വ്യക്തികളുടെ മേലും അവിടുന്ന് സ്തോത്രം അവിടുന്ന് പൊരുന്നാവസിക്കണമേ. And let your life begin to flow through their lives from this moment. In Jesus name we pray, Father. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഈ കുടുംബത്തിന്റെ മേൽ, ഈ സഹോദരന്റെ സഹോദരിയുടെ മേൽ ഈ നിമിഷം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഒഴുകിയെത്തുവാൻ കർത്താവിടയാക്കണമേ. Lord, we pray that you will move them from this narrow small place to a broader place which you have kept eternally for them, love. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളായി ഉണ്ടായിരുന്നതായ ആ ഇടുക്കത്തിൽ നിന്ന്, ആ ഞെരുക്കത്തിൽ നിന്ന് അവരെ ഈ നിമിഷം തന്നെ അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്നതായ വിശാലതയിലേക്ക്, ആ വലിയ ഇടത്തിലേക്ക് കർത്താവ് അവരെ മാറ്റുന്നതിനാൽ സ്തോത്രം. If you are ready, the Spirit of the Lord is more than ready to do this miracle for you, as Pastor Sinu is going to lead us in prayer. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിനു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറുകയാണ്. Miracles after miracles in Jesus name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ജീവിതത്തിന്റെ മേൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഇടുക്കമല്ലല്ലോ അങ്ങക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, ഒരു ഉയർന്ന ഭാവി വെച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. അതിനായി ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ ആത്മാവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. അവരെ അവിടെ നിന്നും ഉയർത്തിയെടുക്കുന്ന അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സാഹചര്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ വലിയ പകർച്ച കർത്താവേ ഇപ്പോൾ തന്നെ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും കർത്താവേ അങ്ങ് അത് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേകരുടെ ടെലഫോണുകൾ പ്രൈം കേരളയുടെ ഓഫീസിലേക്ക് ടെലഫോൺ ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് ഏത് സമയത്ത് ഒരു പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ വന്നൊരു ടെലഫോൺ എടുക്കട്ടെ. ഹലോ 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 പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്റർ, ഞാൻ കൊല്ലത്തുനിന്ന് നീണ്ടകരയിൽ റാണിയാണ് വിളിക്കുന്നത്. ഞാന് എന്റെ പപ്പായുടെ ഒരു അർജന്റ് വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ പപ്പായ്ക്ക് പെട്ടെന്ന് ഒരു ലെൻസിന്റെ പ്രോബ്ലം ഉണ്ടായി. ഇപ്പൊ അത് ചിത്രയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചിത്രയിൽ ചെന്ന് പെട്ടെന്ന് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇപ്പം ചുരുക്കം പറഞ്ഞ പാസ്റ്റർ, എന്റെ പപ്പായ അവിടെ കിംസ് ഹോസ്പിറ്റലിൽ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ റൂമിൽ കയറ്റിയിരിക്കുകയാണ്. അമ്മ ഇപ്പം വിളിച്ച് പറഞ്ഞു, അങ്ങോട്ട് വിളിച്ച് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പാസ്റ്റർ. പ്രത്യേകം എന്റെ പപ്പായ്ക്ക് മറ്റൊരു വിഷമങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാനും സുഖമില്ലാതിരിക്കാം പാസ്റ്റർ. എന്റെ അപ്പനെ ഒന്നും സംഭവിക്കരുത്. ദൈവം അത്ഭുത വിടുതല തന്ന് സാക്ഷി ആ സ്ഥാനത്ത് വന്ന് ഇന്ന് സാക്ഷി പറയാൻ വേണ്ടിട്ട് ഉള്ള അതിശയം എന്റെ കർത്താവ് നടത്തി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിഷയം പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്റർ എല്ലാരും. കേരള കർത്താവ് തന്ന അനുഗ്രഹം
കരയുന്ന തകരുന്ന നൂറ് കണക്കിന് ജീവിതങ്ങൾക്ക് വിളിച്ചവരുടെ ഭാരങ്ങൾ അറിയിക്കുവാൻ ദൈവം പ്രൈം കേരളയിൽ ഇന്ന് ഫാസ്റ്ററെ ഈ ശുശ്രൂഷ ലോക രാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ ചിലവിൻ്റെ പകുതി വഹിച്ചുകൊണ്ട് പകുതി ചിലവുകൾ ഭാരിച്ച ചിലവ് ഒരു ദിവസം അത് 2 കുടുംബങ്ങളാണ് ഇന്ന് ഇതിൻ്റെ ഈ ചിലവ് വഹിക്കുന്നത്. അവരെത്ര ധന്യര ഈ നിലവിളിക്കുന്ന ജീവിതത്തിന് ഇത് നിലവിളി മാത്രമായിട്ട് ഒതുങ്ങത്തില്ല. യേശുവിൻ്റെ സൗഖ്യം കൂടി അവിടെ വരിക. നമുക്കൊന്നിച്ച് 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നങ്ങയുടെ വചനം അയക്കുന്ന കർത്താവേ, ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആ പിതാവിൽ ഉണ്ടാകട്ടെ. ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ യേശു ചെയ്ത വലിയ വിടുതൽ വ്യക്തമായിട്ട് അനുഭവിപ്പാൻ ഇടയാക്കണമേ. സൗഖ്യമില്ലാതിരിക്കുന്ന ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് വരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. പ്രൈം കേരളയുടെ എല്ലാ ശുശ്രൂഷകൾ തത്സമയം നടന്നുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ ഏത് വ്യക്തിയുമാകട്ടെ എവിടെ നിന്നുമാകട്ടെ താങ്കൾക്ക് നേരിട്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെയാണെങ്കിലും അത് നിർത്തിയിട്ട് താങ്കളുടെ വിഷയം തുറന്നു പറയാനുള്ള അവസരം താങ്കൾക്കുണ്ട്. താങ്കൾ ഫോണിൽ വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ സംസാരം ഞാനിവിടെ നിർത്തും. വേറെ ആരാണെങ്കിലും അത് ചെയ്യും. പ്രൈം കേരള ശുശ്രൂഷ നമുക്ക് കുടുംബത്തിന് വേണ്ടി ദൈവം തന്നതാ. 2 കരകളും ഉയർത്തി കർത്താവേ, പ്രൈം കേരള ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം. ഇത് എന്റേതല്ല, ഇത് നമ്മുടേതാ. ദൈവസഭയ്ക്ക്, ദൈവജനത്തിന്, ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. 2 കരങ്ങളും ഉയർത്തി നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജെയിംസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് അടുത്തു വരികയാണ് കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തകർന്ന ചില കുടുംബങ്ങളെ, തകർന്ന ചില വ്യക്തികളെ അവിടുന്ന് ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് കടന്നു വന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അതിവേഗം ഓടുന്ന അങ്ങയുടെ വചനം അയച്ച് ആ കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായ പ്രിയപ്പെട്ടവന്റെ മേൽ ഇന്ന് പകൽക്കാലം കർത്താവേ അസാധാരണമായിട്ടുള്ള സൗഖ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ തടസ്സങ്ങളും നെഞ്ചിനുണ്ടായിരിക്കുന്ന ആ ഹാർട്ടിന്റെ വേരിയേഷൻ എല്ലാം ഇപ്പോൾ തന്നെ നോർമലായി തീരുവാൻ ഇടയാകണമേ. അതുപോലെ കർത്താവേ, കഷ്ടത അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ, മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന നിരവധി ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കർത്താവേ. അവർക്ക് ഇന്ന് പകൽക്കാലം ആശ്രയം അങ്ങയുടെ വചനം മാത്രമാകിയാൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം അവരെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ നന്ദി. കണ്ണുനീര് തുടച്ച് നീ മാനിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. അനേകം വിഷയങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ടെലിഫോൺ ലൈനിലെല്ലാം നല്ല കോളുകൾ വന്നിട്ട് ഇപ്പം വന്നിരിക്കുന്ന വിഷയം ഇത് ആൽബർട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് 2 വയസ്സുള്ള കുഞ്ഞിന്റെ 2 കണ്ണിന് ക്യാൻസർ. അതിനകത്ത് ഒരു കണ്ണ് എടുത്തു മാറ്റി അടുത്ത കണ്ണുകൂടെ എടുത്തു കളയണമെന്ന് ഡോക്ടേഴ്സ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചികിത്സ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. മരിക്കുമ്പോൾ അഥവാ മരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് കണ്ണുള്ളവനായിട്ട് മരിച്ചേനെ. ഈ സംവിധാനത്തിന് എന്തുമാത്രം അപര്യാപ്തം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം ഈ കുഞ്ഞിനെ കർത്താവ് നൽകും. കണ്ണൂരിൽ നിന്ന് ഗീത വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകന്റെ ഭാര്യയുടെ അമ്മ ബ്രെയിൻ ട്യൂമറായിട്ട് ഇപ്പോൾ ICUലായിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒന്ന് കണ്ണൂരിൽ നിന്ന്, ഒന്ന് ട്രിവാൻഡ്രത്ത് നിന്ന്. നമുക്ക് ബ്രെയിൻ കേരളയുടെ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോൾ തന്നെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ 2 പ്രിയപ്പെട്ടവർക്ക് വിശിഷ്യ ഇതുപോലെ വിഷമിക്കുന്ന മറ്റു പല പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളോടൊപ്പം കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ട് ഉപവാസ പ്രാർത്ഥനയല്ലേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിച്ചാൽ മറുപടി യേശു നൽകി തരും. ആ കുഞ്ഞിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ. ഒരു കണ്ണെടുത്തു മാറ്റി അടുത്ത കണ്ണെടുത്തു മാറ്റണ്ട, സൗഖ്യമാകട്ടെ. കുഞ്ഞിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ. 2 വയസ്സുള്ള കുഞ്ഞ് ഭാവിയിലേക്ക് ഉയർന്നു വരട്ടെ. യേശുവിന്റെ സൗഖ്യത്താൽ നിറയപ്പെടട്ടെ. ഈ ഐസിയുലായിരിക്കുന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിനിമ ചേർന്ന് പ്രാർത്ഥിക്കുന്നു മറ്റനേക രോഗികൾക്കായി. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പല പ്രിയപ്പെട്ടവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നില്ല, പ്രത്യേകിച്ച് ICUലും വെന്റിലേറ്ററിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങൾ ആ 2 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സൗഖ്യം ആ കുഞ്ഞിന് മേൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, പലവിധമായ പ്രയാസങ്ങൾ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മേൽ നിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപയാൽ അവർ നിറയപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ധന്യമേ
ജീവിതം യഹോവയെ എക്കാലത്തും വാഴ്ത്തിടും ഞാൻ, വണങ്ങിടും ഞാൻ. അവൻ സ്തുതി എന്നാവിന്മേൽ എന്നെന്നുമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇത് തത്സമയം നടക്കുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുവാനായിട്ട് കഴിയും. ദൈവവചനം തരുന്ന ഒരു ഉറപ്പുണ്ട്. യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നമ്മുടെ ജീവിതത്തിന് ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഒറ്റപ്പാലത്തുനിന്നും രോഹിണി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞത്, വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായി ഇതുവരെയും കുട്ടികളില്ല, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏബ്രഹാം 19 വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മക്കളുടെ വിവാഹം നടക്കണം, അതുപോലെ അവർക്ക് വസ്തു വിൽക്കാനുണ്ട്, അതിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തും ലീലാമ്മ വിളിച്ചത് 2 വർഷമായിട്ട് മക്കളില്ല, പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ മൂത്ത മകളുടെ കുഞ്ഞിന് സംസാരശേഷിയില്ല, ലീലാമ്മയ്ക്ക് ഷുഗറുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല തിരുവനന്തപുരത്തും ലിസി വിളിച്ചു പറഞ്ഞിരിക്കുന്ന 2 മക്കൾക്കും മക്കളില്ല, ഒരു മകൾക്ക് പരിവിനാൽ പ്രയാസപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് തങ്കം വിളിച്ചു പറഞ്ഞിരിക്കുന്നു തലകറക്കമാണ്, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മകന്റെ സ്ഥലം വിൽക്കാനുണ്ട്, ആ കച്ചവടം നടക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും തങ്കച്ച ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ വായിച്ചതുപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. മറിയ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ അവളോട് കൊടുത്തൊരു മറുപടിയുണ്ട്. ആമീൻ. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ആ ജീവിതങ്ങളുടെ മേൽ നിഴലിടേണ്ടതിനായിട്ട്. സ്വർഗസ്വനായ ഞങ്ങൾ പിതാവേ, അവിടുന്ന് വിശാലതയ്ക്ക് നടത്തുന്ന കർത്താവാണല്ലോ. കർത്താവെ, കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തലമുറയില്ലാത്ത കുടുംബങ്ങളെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹപ്രായമായ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തക്കതായ തുണി അവിടുന്ന് ഒരുക്കണം കർത്താവെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. സകല നന്മകളാലും അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, 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 യഹോവയെ എക്കാലത്തും വാഴ്ത്തിടും ഞാൻ, വണങ്ങിടും ഞാൻ. അവൻ സ്തുതി എന്നാവിന്മേൽ എന്നെന്നുമുണ്ട്. ഹല്ലേലൂയ. യഹോവയെ എക്കാലത്തും വാഴ്ത്തിടും ഞാൻ, വണങ്ങിടും ഞാൻ. അവൻ സ്തുതി എന്നാവിന്മേൽ എന്നെന്നുമുണ്ട്. ഹല്ലേലൂയ. Pastor James, the Spirit of the Lord is more than willing to lift up a banner and keep us away from the clutches of the enemy. നാം കേട്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കത്തക്കവണ്ണം നമ്മോട് കൂടെ വന്ന് ശത്രുവിന്റെ എല്ലാ ശക്തിയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ, അവൻ അതിനെ തടയുവാൻ തക്കവണ്ണം നമ്മോട് കൂടെ നിൽക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. So Isaiah chapter 60 verse 1, the Lord says, therefore arise. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാവ് 60-ന്റെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. Why? Because the Spirit of the Lord is willing to lift up the banner
for you against your enemies. എന്തുകൊണ്ടാ നാം എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? കാരണം 59-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യം നാം വായിക്കും. 19-ാം വാക്യം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു, പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വലിയ കോട്ട പോലെ, ഒരു വലിയ സഹായമായി നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നാം എഴുന്നേറ്റുകൊള്ളുക. Therefore the Spirit of the Lord wants each of us to read book of Isaiah chapter 60 verse 1. അതുകൊണ്ട് നാം എല്ലാവരും ഈ യെശയ്യാവ് 60-ന്റെ 1-ാമത്തെ വാക്യം വായിക്കണം. 59:19 says the Spirit of the Lord is willing to lift up a banner for you against your enemies. നിന്റെ ശത്രുവിനെതിരെ ഒരു വലിയ കോട്ട കെട്ടുവാൻ തക്കവണ്ണം ഒരു വലിയ കൊടി ഉയർത്തുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് നാം യെശയ്യാവ് 60-ന്റെ 1 നമ്മൾ വായിക്കണം. Therefore arise. ആകയാൽ എഴുന്നേൽക്കുക. Don't be confined in the small place anymore. ഇനി ഒരിക്കലും നാം ആ ഇരിക്കുന്നതായ ഇടുക്കത്തിൽ, ആ ചെറിയ അനുഭവത്തിൽ നമ്മൾ അവിടെ തന്നെ നമ്മൾ കൂടരുത്. And the Lord says arise. കർത്താവ് പറയുന്നു നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. And the word says arise, shine, for your light has come. 60-ന്റെ 1-ൽ നമ്മൾ വായിക്കുന്നു, എഴുന്നേൽക്കുക, നീ പിന്നെ ഒന്ന് പ്രകാശിക്കുക, കാരണം ആമേൻ യഹോവയുടെ ആ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. The Spirit of the Lord, when he comes, steps in the situation, amen, we can easily rise up. Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമായി നമ്മോട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, പിന്നെ നീ ഒട്ടും അമാന്തിക്കണ്ട, നീ എഴുന്നേൽക്കുക. Because if you rise up, what will happen? Next word, shine. There is a level of shining, amen, in your life. ഈ നമ്മൾ ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് പറഞ്ഞു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രകാശിക്കണം. കാരണം ആ പ്രകാശം വരുവാൻ തക്കവണ്ണം യഹോവയുടെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. So number 1, the Spirit of the Lord says, if you are ready to rise up, Amen, you have a level of being shined, Amen, by the glory of God. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അത് പ്രിയമുള്ളവരോട് പറയട്ടെ, നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, സന്നദ്ധനായാൽ, നിനക്ക് പ്രകാശിക്കുവാൻ കഴിയുന്ന ഒരളവിലേക്ക് ഒരു വലിയ പ്രകാശത്തിന്റെ ആ നില നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്നു. I know many of you are being dwarfed by the situations of your life. You are under the tables, under the bed, under the courts, being confined in situations. But the Spirit of the Lord says, beloved, I am going to go with you. Amen. Raise up the banner against Hallelujah. your enemies, Yes, for you. Amen. And therefore now is the time you need to rise up. ഈ പകൽക്കാലം ജീവിതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒതുങ്ങിക്കൂടി ആ ഇടുക്കത്തിനകത്ത് നിങ്ങൾ ഇരിക്കുവാൻ ഇനി നിങ്ങൾ മനസ്സില്ലാതെ, നിങ്ങൾ അതിന് ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. 1, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശത്രുവിനെതിരെ ഒരു വലിയ ഒരു വലിയ കോട്ട അവൻ ഉയർത്തുന്നു. മാത്രമല്ല നിനക്ക് പ്രകാശിക്കാൻ കഴിയുന്ന ഒരു ആത്മീക സാഹചര്യത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. Bible says, for the light has come. In other words, for your time has come. ഇവിടെ ദൈവവചനം പറയുന്നു, കാരണം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പ്രകാശമാനമായ ഒരു ജീവിതം നിനക്ക് വരുന്നു എന്നാണ് അർത്ഥം. The time, people say this is their time, not my time. Amen. But the Lord says the good news today to my beloved Hallelujah. brother and sister in the Lord, that your time has come. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോടോ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. നീ എത്രയോ പ്രാവശ്യം പറഞ്ഞു, അയ്യോ കർത്താവേ എന്റെ സമയമായിട്ടില്ല, അത് അവരുടെ സമയമാണെന്ന് നീ പറഞ്ഞെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, അവന്റെ സമയമല്ല, നിന്റെ സമയം വന്നിരിക്കുന്നു. നിനക്ക് എഴുന്നേൽക്കാനും പ്രകാശിക്കുവാനുമുള്ള സമയം വന്നിരിക്കുന്നു. You said I am not qualified, he or she is qualified. So God is using them. My time will come. ആമേൻ.
എനിക്കെന്താ യോഗ്യത? എന്നെക്കാളും യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്, അവരൊക്കെയാണ് പ്രകാശിക്കേണ്ടവരെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ജീവിതമേ, സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, അവരുടെ യോഗ്യതയിലല്ല നീ പ്രകാശിക്കുവാനുള്ള നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. The time has come for you, beloved. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് പ്രകാശിക്കാനുള്ള, നിനക്ക് എഴുന്നേൽക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. No more allow the spirit of fear to grip you and cripple you and confine you in a small place. ഇന്ന് ഭയത്തിന്റെ ആത്മാവ്, ഭീതിയുടെ ആത്മാവ് നിന്നെ ഒരിടത്ത് ഒതുക്കിക്കൂട്ടി നിന്നെ തളച്ചിടുവാൻ, നിന്നെ കൊച്ചാക്കുവാൻ ഇനി ഒരിക്കലും നീ അനുവദിച്ചുകൂടാ. Pastor James, I hear the Spirit of the Lord speaking this morning to beloved brothers and sisters in the Lord, that our time has come. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില വ്യക്തി ജീവിതങ്ങളുടെ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള അവരുടെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Push away the schemes of the enemy that had been holding you for so many centuries and rise up by the power of the Holy Spirit. കഴിഞ്ഞ അനേക കാലങ്ങളായി നിന്നെ കെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന സാധാന്യമായ പദ്ധതികളെ ഇന്ന് പകൽക്കാലം നീ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച് ഒന്ന് എഴുന്നേൽക്കുവാനും പ്രകാശിക്കുവാനും ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. Not by your might nor by our power, but by the Spirit of the Lord. Amen. We can rise up and we can shine. Yes. And many of our people say, I am not good enough to pray. Amen. God won't hear my prayer, so you pray. But today there is a shift taking place. Hallelujah. God wants to raise you up as a man and as a woman of Yes. prayer, so that God will use you to prepare the way for the second coming of Jesus. ഞാൻ പറഞ്ഞതായി ഈ കാര്യങ്ങളൊന്നും സൈനിക ബലത്താലോ നമ്മുടെ സ്വന്തം കഴിവിനാലോ മിടുക്കിനാലോ വരുന്ന ഒരു കാര്യമല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. ഇന്ന് പകൽക്കാലം നീ തയ്യാറാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ ഞെരുക്കിയിട്ടിരിക്കുന്ന ആ ഇടുക്കത്തിൽ നിന്ന്, നീ കെട്ടപ്പെട്ട സ്ഥിതിയിൽ നിന്ന് നിന്നെ വെളിയിൽ കൊണ്ടുവന്നും എഴുന്നേൽപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനും കഴിയുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. And I experience the mighty presence of the Holy Spirit even now. ആമേൻ. ഇവിടെ ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ അനുഭവത്തെ എനിക്ക് പ്രാപിക്കുവാൻ, അത് അനുഭവിപ്പാൻ കഴിയുന്നു. The Spirit and the power of the Holy Spirit is flowing over your life, beloved. ഞാൻ വ്യക്തമായും ദൈവാത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ മേൽ ഈ പകൽക്കാലം ആത്മസാന്നിധ്യം ഒഴുകിയെത്തുകയാണ്. Evil spirits are leaving you now in Jesus' name. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കെട്ടി ഒതുക്കിയിരുന്നതായ ദുരാത്മാക്കളുടെ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ നിന്ന് പുറപ്പെടുകയാണ്. Crippling ideas are leaving your life now in Jesus' name. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ തകർത്തതായ സാധാന്യമായ ചിന്തകൾ, ആശയങ്ങൾ Yes. ഇപ്പോൾ നിന്നെ വിട്ടുമാറുകയാണ്. Negative thoughts are running away from you in Jesus' name now. തെറ്റായ ചിന്താഗതികൾ, തെറ്റായ ചിന്തകൾ ഇപ്പോൾ തന്നെ നിന്റെ മനോമുകുരത്തിൽ നിന്നും യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാറുന്നു. Instead, the Lord is filling you with creative ideas now, so that you will prosper and expand. കഴിഞ്ഞ നാളുകളിൽ നിന്നെ മരണത്തിന്റെ ചിന്തയിലേക്ക് നയിച്ചതായ സാധാന്യമായ നുകങ്ങൾ തകർന്നിട്ട് അതിന് പകരമായി നിന്നെ സൃഷ്ടിച്ചെടുക്കുന്ന, നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവിന്റെ ചിന്തകൾ ഈ പകൽക്കാലം അവൻ നിന്നെ നിറയ്ക്കുകയാണ്. If you believe the word of God, repeat after me. My time has come to shine for the Lord. കേട്ട വചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പറ, ആമേൻ. എന്നോടൊപ്പം ഏറ്റു പറ, ഇല്ല, എന്റെ സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് എഴുന്നേൽക്കാനുള്ള, ശോഭിക്കുവാനുള്ള എന്റെ സമയമാണെന്ന് നിന്റെ വായ് കൊണ്ട് പറ. My time has come. എന്റെ സമയമാണ് ഇപ്പോൾ എന്ന് പറ. Repeat after me. My time has come. ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഇത് എന്റെ സമയമാണ്, ഇത് എന്റെ സമയമാണ്. Oh, ചേർന്ന് Hallelujah. ലോകത്തിലെ നാനാ
രാജ്യങ്ങളിൽ നിന്ന് അനേക ടെലിഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യമുള്ളത് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ബാക്കി സഹോദരി സഹോദരന്മാർ എടുത്തത് എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ ടെലിഫോണിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു. എന്റെ സമീപമുള്ള ടേബിളിൽ മറ്റനേക റൂമുകളിൽ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അത്ഭുതകരമായ വിടുതൽ ജീവിതങ്ങൾക്ക് നൽകുന്നു. ഇപ്പോൾ വന്നൊരു കോൾ എടുക്കട്ടെ. ഹലോ 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 ഹലോ, ഞാൻ ഫറൂഖ് എന്നാണ്, കാലിക്കറ്റിന്റെ അടുത്തു നിന്നാണ് സംസാരിക്കുന്നത്. ആ പറഞ്ഞേട്ടാ. അഖിൽ എന്ന് പറയുന്ന കുട്ടി, എന്റെ ബ്രദറെ മകന് വേണ്ടിയിട്ടാണ്. അഖിൽ പേര്. ആ ഹലോ പറഞ്ഞോളൂ. ഹലോ കേക്കാം, പറഞ്ഞോളൂ. അവര് കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ കോളേജിൽ പോകുന്ന വഴിക്ക് ക്ഷീണം ഒന്ന് കുറഞ്ഞു വീണ് പോയതാ. അപ്പൊ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഹൈ ആയിട്ടാണ്, ബ്രെയിനിന് ക്ലോട്ട് ഉണ്ട് പറഞ്ഞു. ഉടനെ തന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഉടനെ തന്നെ സർജറി ചെയ്തു. അപ്പൊ ഡോക്ടർമാര് പറഞ്ഞത് ഞങ്ങൾക്ക് കഴിഞ്ഞു, ഇനി എന്താ പ്രയർ മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ മൂന്ന് ദിവസം ഇനി വെന്റിലേറ്ററിൽ കിടക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ വെന്റിലേറ്ററിലാണ് ഉള്ളത് കുട്ടി. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സിസ്റ്ററിന്റെ പേര് ഓപ്പറേഷനാണ് കഴിഞ്ഞത്. സിസ്റ്ററിന്റെ പേരെന്താ? അടുത്തിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ബ്രെയിന്. ഇപ്പൊ വിളിക്കുന്ന ആളിന്റെ പേരെന്താ? എന്റെ പേര് മേബിൾ. മേബിള് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തിരിച്ചു വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എടുത്തുകൊള്ളാം. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, മനസ്സിലായത് ശരിയാണെങ്കിൽ, കാലിക്കറ്റിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കുഴഞ്ഞു വീണു, പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീണു. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രെയിൻ ഹൈ BP ആയത് കാരണം ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടായിട്ട് ഡോക്ടേഴ്സ് വേഗം തന്നെ സർജറി ചെയ്തു. ഇപ്പോൾ വെന്റിലേറ്ററിലായിരിക്കുന്ന ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഈ മകള് അതിൻ്റെ സഹോദരി നമ്മോടൊപ്പം ടെലിഫോണിൽ വന്നിരിക്കുന്നത്. താങ്ക് യു മേബിൾ. നമുക്ക് ഒന്നിച്ച് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. ഓരോരുത്തരോടും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇവിടെയുള്ള സഹോദരങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കുടുംബമായി ലോകരാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ബ്രെയിൻ കെയറിലെ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. 100 കണക്കിന് ദൈവദാസന്മാർ, ദൈവസഭകൾ, ദൈവജനം, സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ നമുക്കൊന്നിച്ച് 2 കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ സന്നിധിയിൽ ഈ മകന്റെ സൗഖ്യത്തിന്, ഇതുപോലെ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിന് വിടുതലുമായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ അഖിൽ അത്ഭുതകരമായി യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ. അവൻ ജീവനിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ എഴുന്നേൽക്കട്ടെ. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, ഇതുപോലെ വിഷമിക്കുന്ന രോഗികളുണ്ട് കർത്താവെ. ഡോക്ടേഴ്സിന് അവർ ആ പഠിച്ച സഹോദരങ്ങൾ അവരെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒരു ജീവിതത്തെ രക്ഷിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കഴിവിനപ്പുറത്തേക്ക് പോയ വിഷയങ്ങൾ അവരും വിഷമിക്കുമ്പോൾ, കർത്താവെ, നിന്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഈ രോഗികൾക്ക് വേണ്ടി അവിടുത്തെ കരം നീട്ടും. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആ രോഗികൾ സൗഖ്യമാകട്ടെ. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ആശുപത്രികളിൽ ശുശ്രൂഷകളിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതത് റൂമിൽ, അതത് വാർഡിൽ, അതത് രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏതുതരം രോഗമാണെങ്കിലും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഭവനത്തിൽ സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് കൈവിട്ട് മരണത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ട് ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആ 2 കരങ്ങളും ഉയർത്തി ചേർന്ന് രണ്ടാമത്തെ ദിവസവും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകുന്നു. ബ്രദർ, ഇതുപോലെ അരുണ് പത്തനംതിട്ട വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വൈഫിന് ബ്ലീഡിംഗ് ആണ്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു.
തിരുവല്ലയിൽ നിന്നും ശാന്തി വിളിച്ചിരിക്കുന്നത് മോബിൻ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ശാന്തമ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മൂക്കിന് ദശ വളരുന്നു, ബ്ലഡ് വരുന്നുണ്ട്, ചെവിക്ക് വേദനയുണ്ട്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സുജാത വിളിച്ചിരിക്കുന്നു നട്ടലിന് വളവ്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ഹെർണിയയുടെ പ്രോബ്ലം ഉണ്ട്. അമ്മയ്ക്ക് ഷുഗറും ബിപിയും കാലിന് വേദനയും ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. സരോജിനി കാട്ടാക്കടയിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മകൾക്ക് കിഡ്നി സ്റ്റോണാണ്, വയറ്റിൽ ഭയങ്കര വേദനയാണ്, പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് മറിയാമ്മ വിളിച്ചിരിക്കുന്നു കാലിന് വേദന, ഷുഗർ, ബിപി, കണ്ണിന് ഓപ്പറേഷൻ വേണം, മകന് ഷുഗർ ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഈ വിളിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ 1 ലക്ഷത്തോളം അടുക്കുകയാണ്. ഇതിന്റെ അതിൽ ഒരുക്കുന്ന ഓരോ വിഷയങ്ങളും ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല, മുഴുവനും നമ്മൾ ഒരു പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാം അറിയുന്നില്ല. പക്ഷേ എല്ലാം അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധി ഈ 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇതിന്റെ 1 ലക്ഷത്തിന്റെ പേരുകൾ അറിയുന്ന, അതിന്റെ വിഷയങ്ങൾ അറിയുന്ന, അതിന്റെ ഫോൺ നമ്പറുകൾ അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അത്ഭുതകരമായി വിടുതൽ അനുഗ്രഹിക്കും. പ്രിയ കുടുംബാംഗങ്ങളെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ പേര് പറഞ്ഞ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അവർ അനുഭവിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഹോട്ടലിൽ വെച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഫെബ്രുവരി 1 മുതൽ കർത്താവേ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ ഓരോ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് അത്ഭുത മന്ത്രി, അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, 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 hallelujah. കർത്താവ് അത്ഭുതകരമായ ജീവിതങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന പ്രാർത്ഥനകളിൽ യേശുവിന്റെ വിടുതൽ, ഇഞ്ചക്ഷൻ എടുത്തിട്ടും ശ്വാസം മുട്ടലിന് ഒരു കുറവില്ലാതിരുന്നപ്പോൾ ബ്രേക്ക് കേരളയുടെ ഫാസ്റ്റിംഗ് പ്രേയറിൽ വിളിച്ചു പറഞ്ഞ് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം നൽകി. ഇത് ട്രിവാൻഡ്രത്തുനിന്ന് ബ്രിൻസിയാണ് അറിയിച്ചിരിക്കുന്നത്. അടിമാലിൽ നിന്ന് സൂസി വിളിച്ചു പറഞ്ഞു, വയറുവേദന അതിഭയങ്കരമായിരുന്നു. അത് രാവിലെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരും എണ്ണ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അത് പുരട്ടി യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി കൊടുത്തു. ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്നപ്പോഴാണ് മകന്റെ ഇന്റർവ്യൂ എക്സാമിന്റെ സമയത്ത് ബ്രെയിൻ കെയറിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചത്. യേശു അത്ഭുതം പ്രവർത്തിച്ചു. സെലക്ഷൻ ലഭിച്ചു. ജോലിയിൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ സരോജ പട്ടാമ്പിയിൽ നിന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സുശീല വിളിച്ചു, മകൾക്ക് കാലിന് അതിഭയങ്കരമായ വേദനയായിരുന്നു. ബ്രെയിൻ കെയറിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. 7-11-14 ഇന്നിപ്പോ വന്നത് ലേഖ 14 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് തലമുറ ഇല്ലാതിരിക്കുകയായിരുന്നു. ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 7 മാസം പ്രഗ്നന്റ് ആണ്. ഈ യേശു എത്ര നല്ലവൻ. യേശുവാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. പ്രമാണത്തിൽ വിമലകുമാരി വിളിച്ച് 3 ദിവസമായിട്ട് ദേഹം മുഴുവൻ ഭയങ്കരമായി ചൊറിച്ചിലായിരുന്നു. ബ്രെയിൻ പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി. യേശുവിന്റെ സന്നിധി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിശേഷ ത്വക്ക് രോഗത്താൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടേഴ്സ് കൈവിട്ട് എത്രയോ പേര് പ്രാർത്ഥനയിൽ കർത്താവിന്റെ സന്നിധി സഹായം തേടും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ അടയാളമായി ഉയർത്തുമ്പോൾ സിൻബ്രദർ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്കിൽ പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുതൽ ഉള്ളംകാൽ വരെയും അകത്തും പുറത്തും അങ്ങയുടെ സൗഖ്യം വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൊടുക്കുന്ന വിടുതലായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. Pastor James, the Spirit of the Lord has been ministering to hearts from yesterday and from God's word. കർത്താവിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് അനേക ജീവിതങ്ങളോട് ഈ ദിവസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Number 1, he gives us wisdom and revelation to know and understand what situation where we are in. ഒന്നാമത് ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നത് നാം ആയിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളതായ ഒരു ജ്ഞാനവും വിവേകവും നൽകുന്നു എന്നുള്ളതാണ്. It's not information but wisdom from God. ഇത് കേവലം ഒരു വിവരം നൽകുകയല്ല, ഒരു അറിവ് നൽകുകയല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ളതായ ജ്ഞാനം അവ നൽകി തരികയാണ്. As the Spirit of the Lord gives you wisdom and revelation, you will be able to take new decisions. പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ ആ ജ്ഞാനവും വെളിപ്പാടും നൽകുമ്പോഴാണ് ഒരു തീരുമാനമെടുക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകുന്നത്. Then we come to know that we are in a smaller place, that one which is destined for a broader place. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ വിശാല സ്ഥലത്തല്ല നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നതെന്നും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു തീരെ ഇടുക്കമുള്ള ഒരു ജീവിതാനുഭവത്തിലാണെന്നുമുള്ളതായ അറിവ് ജ്ഞാനം നമുക്ക് അപ്പോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. Then the revelation number 2 or second level of revelation, the Spirit of the Lord himself will come
and raise up the banner, the standard against our enemies for each of us. ഒന്നാമത് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ളതായ ഒരു വലിയ വെളിപ്പാടും കാഴ്ചപ്പാടുമാണെങ്കിൽ, രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അവൻ തന്നെ നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ ശത്രുവിന് നേരെ ഒരു വലിയ കോട്ടയായി അവൻ നിൽക്കുകയാണ്. Number 3, he speaks to us. We are able to hear the Lord speaking to us. ആമേൻ. മൂന്നാമത് അവൻ നമ്മോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് നമുക്ക് കേൾപ്പാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ ജീവിതമാകുന്നു. And he says to each of us, baby, it's your time, get up and shine. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചില ജീവിതങ്ങളോട് പറയുകയാണ്, മോനെ മോളെ, ഇത് നിന്റെ സമയമാണ്, എഴുന്നേൽക്ക്, നീ ഒന്ന് എഴുന്നേൽക്ക്, എഴുന്നേറ്റ് നീ പ്രകാശിക്കാനുള്ള സമയമത്രേ. And we strongly recommend to you today, your time has come to rise up, because the Spirit of the Lord is standing on behalf of you, for you and with you, raising up the standard against your enemies. Praying കേരളയുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽക്കാലം ഞങ്ങൾ വളരെ ശക്തമായി നിങ്ങളോട് ഇന്ന് പകൽക്കാലം ശുപാർശ ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് നിങ്ങൾക്ക് തുണയായി സഹായകനായി കൂടെ ഉള്ളതുകൊണ്ട് നീ ആയിരിക്കുന്ന ഏത് ജീവിതാവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ശോഭിക്കുവാൻ തയ്യാറാകുക. 2 Corinthians chapter 3 verse 18, but we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory, just as by the Spirit of the Lord. എങ്ങനെ നമ്മൾ എഴുന്നേൽക്കണമെന്നും കൂടെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ആമേൻ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി, യേശുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് നീ ശോഭിക്കുവാൻ കർത്താവ് പറയുന്നു. I wish we had time enough to teach the word of God. ആമേൻ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ എനിക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. There is a level where we go from glory to glory. വളരെ ചുരുക്കത്തിൽ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതിയെല്ലാം മാറി. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വലിയ മാറ്റം വന്നിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നിനക്ക് എത്തിച്ചേരുവാൻ കഴിയും. You will reach the heights which the Spirit of the Lord God has kept for you. അതെ, കർത്താവിന്റെ പൈതലേ, ദൈവാത്മാവ് നിന്നെ കുറിച്ച് എവിടെ എത്തണമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ ലെവലിൽ നിനക്ക് എത്തുവാൻ സാധിക്കും. Oh, hallelujah. 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 Until we see next time, may the Spirit of the Lord be with you and take each of us to the higher levels which He wants us to be. ഇനി നമ്മൾ ഒരുമിച്ച് കൂടി കാണും വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുകയും അവൻ നമ്മെ സഹായിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. Let's pray. Father, in Jesus' mighty name, we bless our family members in the name of the Lord. ഞങ്ങളുടെ നല്ല സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രേയിങ് കേരളയുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ലോകം മുഴുവനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Bless your people and prosper them and honor them and raise their heads up, Lord. ഇന്ന് പകൽക്കാലം അവർ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ഞങ്ങളെ ശ്രമിക്കുന്നതെങ്കിലും അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Be with them and protect them, Father God. എന്റെ പിതാവേ, അവരോട് കൂടെ ഇരിക്കണം. അവർ കാർ ഓടിച്ചു പോകുമ്പോൾ, അവർ ഓഫീസിലായിരിക്കുമ്പോൾ, അവർ ഭവനത്തിലായിരിക്കുമ്പോൾ എല്ലാം അങ്ങ് അവരെ സൂക്ഷിക്കണമേ. Thank you in Jesus' name. ഇന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ടതിനാൽ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് സമയമുണ്ട്. ടെലിഫോണിൽ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം, ഇമെയിൽ വഴി അറിയിക്കാം. ഒരുപാട് കെട്ടുകണക്കിന് ഇമെയിലുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത വിടുതൽ ജീവിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ യേശുവിന്റെ വിടുതൽ നാം ചിന്തിച്ചതിനേക്കാളും സമീപയാകയാൽ യേശുവിൽ വിശ്വസിക്കുക. ശുഭമായ ഭാവി യേശുവിലുണ്ട്. നാളെ പ്രഭാതത്തിൽ 6 മുതൽ 7 വരെയും 10 മുതൽ വീണ്ടും നമുക്ക് ഉപവാസം പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് പങ്കെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ Hallelujah,
Hallelujah, hallelujah, hallelujah, hallelujah. ഈ ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുടെ മേല്, ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട ജീവിതങ്ങളുടെ മേല്, എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, അവരുടെ ജീവിതങ്ങളുടെ മേല് അങ്ങയുടെ കരം നീട്ടും. വ്യക്തമായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, സമാധാന പ്രഭുവെ, അങ്ങയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ പകൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അതത് വ്യക്തികളിൽ അതത് വിഷയങ്ങൾക്ക് മറുപടി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി, യേശുവിൻ നാമത്തിൽ പിതാവേ. Hallelujah, 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 hallelujah.